ചക്ക മുറിക്കാൻ പോവുകയാണ്. സിറിൻ്റെ വീട്ടിൽ നിന്ന് ട്യൂഷൻ പഠിക്കാൻ നല്ല സിറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മുടെ വീട്ടിൽ പ്ലാവില്ല, പെരവണിക്ക് വേണ്ടിയിട്ട് ആ കാലത്തുണ്ടായ ചക്ക ഇതൊക്കെ മുറിച്ച് മാറ്റിയതാണ്. സൂപ്പർ ചക്ക ഉണ്ടാ, അടിപൊളിയാണ്. കണ്ടാ ഇത് മഞ്ഞ കളറാണെന്ന് നോക്കിയേ. ഇത് സിറിലിൻ്റെ വീട്ടിൽ നിന്നേ, സിറിൽ ഇവിടെ ട്യൂഷൻ പഠിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണ്. അപ്പം അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നേഹ സിറിൽ എന്ന് പറയുന്ന 2 കുട്ടികൾ ഇവിടെ ട്യൂഷൻ പഠിക്കുന്നുണ്ട്. അപ്പം അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണിത്. അപ്പം അവർ ഇത് 2 ദിവസമായി കൊണ്ടുവന്നിട്ട് ഇതുവരെയായിട്ട് മുറിക്കാനായിട്ട് സമയം കിട്ടിയില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ച, എല്ലാ പണികളും കഴിഞ്ഞ് ഇപ്പോഴാണ് ഫ്രീ ആയത്. അപ്പോൾ ആ സമയത്ത് ഒന്ന് മുറിച്ച് നോക്കാമെന്ന് കരുതി. ചെറിയതാണ്, എന്നാലും പുളിയാണ് സംഭവം. നല്ല മണമുണ്ട് കേട്ടോ. എന്താ നല്ല കളറ്, നല്ല സ്മെല്ല്. പഴുത്തതൊക്കെ നല്ല സ്മെല്ല് വരണുണ്ട്. എന്താ വായിൽ വെള്ളം വരണം. ഈ വർഷം ഞങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇത് 2ാമത്തെ പ്രാവശ്യമാണിത്. നോക്കട്ടേട്ടാ, ഞാൻ ഒന്നെടുത്ത് കഴിച്ച് നോക്കട്ടെ. ഞാൻ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ, ഞാൻ പറയാം. ഇത് കണ്ടിട്ട് എന്തായാലും സൂപ്പർ ആകാനാണ്. വരിക്കയാണിത്. കാണുന്ന വല്ല എണ്ണയാണ്, നല്ല മധുരമുണ്ട്. വാ, നല്ല രസമുണ്ട്. ഇതിപ്പോൾ ഞാൻ നോക്കട്ടെ. ഒന്നുപോലെ വേനലിൽ ഉള്ള ചക്ക ആയതുകൊണ്ടേ മഴ പെയ്തില്ലല്ലേ വർഷം, അതുകൊണ്ട് നല്ല മധുരമായിരിക്കും. മഴ പെയ്ത് കഴിഞ്ഞാൽ ചക്കക്ക് മധുരം കുറയും, വെള്ളറവില്ലേ, ചക്ക വാടിപ്പോവും. അതുകൊണ്ട് പൊളിച്ചിങ്ങനെ മാറ്റണം. നമ്മൾ ഈ പാത്രത്തിൽ ഇങ്ങനെ മാറ്റി ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിരുന്നാൽ ആവശ്യമുള്ളപ്പോൾ കുറേശ്ശെ പുറത്തെടുത്ത് ഇത് കഴിക്കുക. അതാണ് ഞാൻ എൻ്റെ ഉദ്ദേശം. ഇന്ന് കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ തന്നെ അടുത്ത ദിവസം ചീത്തയായിരിക്കുന്നുള്ളൂല്ല. ഇതെന്തായാലും ഇന്ന് തീരൂല, ഉറപ്പാണ്. അടുത്ത ദിവസം ആരും ചോദിച്ചൊന്നും വരണ്ടട്ടാ. കുറച്ചെടുത്ത് ചക്കാട ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കണത്. ഈ തേങ്ങയും ശർക്കരയും ജീരകവും ഒക്കെ ചേർത്തിട്ട് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് ചക്കട ഉണ്ടാക്കാൻ നല്ലതാണ്. ഉള്ളവരൊന്നും അങ്ങനെ ഉണ്ടാക്കില്ല. ചക്കടയൊന്നും ആർക്കും ഇഷ്ടമൊന്നുമല്ല. എല്ലാവർക്കും ഓരോരോരോ പ്രോബ്ലംസാണ്, ഹെൽത്ത് പ്രോബ്ലംസ്. കാരണം ആരും ഒന്നും അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഒരു പണിയാണ്. ഓർഡർ ചെയ്ത് ഓൺലൈനിൽ ഫുഡ് വരുത്തുന്ന ഒരു സംസ്കാരമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പണികളൊന്നും ആരും ചെയ്യാൻ മെനക്കെടാറില്ല. സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ പൊളിച്ച ചക്ക കിട്ടും. അപ്പോൾ അത്യാവശ്യം വേണ്ടത് അവിടെ നിന്ന് വാങ്ങി കഴിക്കുക. കുറച്ച് സമയം എടുക്കും കേട്ടോ ഇതിങ്ങനെ പൊളിച്ചെടുക്കാനായിട്ട്. ഇതുണ്ട ഈ പുല്ല ഇതിൻ്റെ ഇടയിൽ നിന്നിങ്ങനെ മാറ്റിയെടുക്കുന്നു. എത്ര ആയിട്ടാണ് ഇതെടുക്കുക.
ഈ ചക്കക്കുരു നമുക്ക് ഇത് ചക്കയുടെ വിത്താണ്, ഇതിൽ നിന്നാണ് പുതിയ തൈ ഉണ്ടാകുന്നത്. ഒന്നുകൂടി ഞാൻ തിന്നു പറ്റില്ല, എങ്ങനെയുണ്ടെന്ന് അറിയില്ല. എല്ലാ ചുളക്കും മധുരമുണ്ടാന്ന് അറിയില്ല, ചിലവിലില്ലാതിരുന്നാല. അല്ല ഇപ്പോൾ എല്ലാം പോലും നല്ല വീതി എന്താ നല്ല മധുരമായിരിക്കും. ഇത് നോക്കണം, ഇതാണ് ചക്ക ആവുന്നത്. ഞായറാഴ്ച കാരണം ഇന്ന് ട്യൂഷനൊന്നുമില്ല, ഫ്രീ ആണ്. കൈപ്പറ്റി അമ്പലത്തിൽ ഉത്സവമാണ്, ഉത്സവത്തിന് പോകണം വൈകുന്നേരം. ഇന്നലെ വൈകിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്യൂഷന് വരുന്ന കുട്ടികളൊക്കെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ആദിശങ്കറും ദേവാനന്ദും വരുണും ശ്രീഹരി സായുജി അവരുണ്ടായിരുന്നു. അവിടുന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ചാൽ പോകുന്നത്. ഇന്ന് വൈകിട്ട് പോകണം. ഇന്ന് കുറച്ചെടുത്ത് നേരത്തെ പറഞ്ഞ പോലെ ചക്കട ഉണ്ടാക്കണം. ഇന്നുണ്ടാക്കുമല്ലോ കേട്ടോ, അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഉണ്ടാക്കാം. ലാസ്റ്റ് പീസാണ് കഴിയാറായി. ഇതെല്ലാം പൊളിച്ചെടുത്ത് ഇനി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ധാരാളം വേസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരുപാട് പക്ഷികൾ വരുന്നുണ്ട്, കാക്കകളും മറ്റുള്ള തരത്തിലുള്ള അണ്ണാനും കാക്കകളും ഒക്കെ വരുന്നുണ്ട്. അപ്പം അവർക്ക് കൊടുക്കണം കുറച്ച്. വേനൽക്കാലമാണല്ലോ, അപ്പോൾ ചക്കരയും മാങ്ങയുടെയൊക്കെ സമയമാണ്. പക്ഷികൾക്ക് നല്ലൊരു ആഹാരം കിട്ടുന്ന സീസണാണിത്. ഇപ്പോൾ വേനൽക്കാലമാണല്ലോ, എല്ലാവരും പക്ഷികൾക്ക് ആവശ്യമായ വെള്ളം കൊടുക്കാൻ മറക്കരുത്. നമ്മളെപ്പോലെ തന്നെയാണ് അവരും. വെള്ളം കിട്ടാതെ ഒരുപാട് പക്ഷികളും മൃഗങ്ങളും എല്ലാം ദാഹിച്ച് വരഞ്ഞ് നടക്കുന്നുണ്ടാവും. അവർക്കൊക്കെ വെള്ളം കൊടുത്ത പുണ്യമാണ് അതെല്ലാം. എല്ലാ പക്ഷികൾക്കും അത് രാവിലെ തന്നെ കുറച്ച് ചിരട്ടയിലോ ഒഴിഞ്ഞ പാത്രത്തിലോ വൃത്തിയുള്ളതായിരിക്കണം. അതിലെല്ലാം വീടിൻ്റെ ടെറസ്, ഓപ്പൺ പ്ലേസ് അല്ലെങ്കിൽ മരത്തിൻ്റെ കമ്പുകളിലെല്ലാം സപ്പോർട്ട് ചെയ്ത് ചിരട്ടയിലോ ഒഴിഞ്ഞ കമ്പിലോ പാത്രത്തിലൊക്കെ വെള്ളം വെച്ചാൽ പക്ഷികളും അണ്ണാറക്കണ്ണ അതുപോലുള്ള മൃഗങ്ങളൊക്കെ വന്ന് ധാരാളം വെള്ളം കുടിച്ചോളും. അപ്പോൾ അവർക്കൊരു സന്തോഷമായിരിക്കും. അത് കാണുമ്പോൾ നമുക്കുണ്ടാകും സന്തോഷം. അതൊരു പുണ്യകരമായിട്ട് തന്നെ കാണുക. വേനൽക്കാലമാണല്ല, വെള്ളം കിട്ടാതെ
ഒരു ജീവികളും ബുദ്ധിമുട്ടരുത്. വെള്ളം മാത്രമല്ല, ആഹാരം നമ്മളെപ്പോലെ തന്നെയല്ലേ ഇന്ന്. എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കണ്ടേ, സസ്യങ്ങളായാലും മനുഷ്യരായാലും മൃഗങ്ങളായാലും. അപ്പം ആരും മറക്കരുത് എന്ത്, ഈ വേനൽക്കാലത്ത് പക്ഷികൾക്കും മറ്റു മൃഗങ്ങൾക്കും വെള്ളമോ ആഹാരമോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായി. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ, അവർക്ക് എന്ത് സന്തോഷമായിരിക്കും. ഇതിൽ നിന്ന് കുറച്ച് പക്ഷികൾക്കൊക്കെ കൊടുക്കണം, എണ്ണാനും ഒക്കെ കൊടുക്കാനുണ്ട്. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഇതാ ചക്ക പൊളിച്ച് കഴിഞ്ഞിട്ടാ. ഇത് മാത്രമല്ല കേട്ടോ, വേറെ ഉണ്ട്. ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി വെച്ച്. അപ്പം സിറിലിനേക്കും ഒരുപാട് നന്ദി. ഓക്കെ, ബൈ.